ആദ്യത്തെ ചോദ്യം. രാജഭരണം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകാൻ പാണ്ഡവർ തീരുമാനമെടുക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? എ വേദവ്യാസൻ, ബി കൃഷ്ണൻ, സി മാർക്കണ്ഡേയ മുനി, ഡി യുധിഷ്ഠിരൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി യുധിഷ്ഠിരൻ. ഓപ്ഷൻ ഡി യുധിഷ്ഠിരൻ. ലോക്ക് ചെയ്യട്ടെ? സംശയമില്ല. ഓക്കെ, പ്ലീസ് ലോക്ക് ഡി യുധിഷ്ഠിരൻ. വ്യാസനല്ലേ? യുധിഷ്ഠിരൻ ഏട്ടനാണല്ലോ. അപ്പൊ അയാളാണ് രാജ്യം ഭരിക്കുന്നത്. അതൊക്കെ മതി, ഇനി പൊയ്ക്കോ എന്ന് പറയുന്ന വേദവ്യാസനല്ലേ? അല്ല അല്ല. വൃഷ്ണിവംശം നശിച്ചപ്പോൾ അക്കാര്യം യുധിഷ്ഠിരനോട് അർജുനൻ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഇല്ലാത്ത ലോകത്ത് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വനവാസത്തിന് പോകാനായിട്ട് യുധിഷ്ഠിരനാണ് തീരുമാനം എടുക്കുന്നത്. ഏതായാലും ആ തീരുമാനം ശരിയായോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഡി യുധിഷ്ഠിരൻ ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. ആദ്യത്തെ ചോദ്യം കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 10 മാർക്ക്. വളരെ കറക്റ്റാണ്. മോൻ പറഞ്ഞ ആ സന്ദർഭം, ആ സിറ്റുവേഷൻ എല്ലാം ശരിയാണ്. വളരെ നന്നായി പറഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. മഹാപ്രസ്ഥാനത്തിന് പോകാൻ ഒരുങ്ങുന്ന പാണ്ഡവർ രാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് ആരെയാണ്? എ പരീക്ഷിത്, ബി യുയുത്സു, സി വജ്രൻ, ഡി ജനമേജയൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ പരീക്ഷിത്. ഓപ്ഷൻ എ പരീക്ഷിത്. സംശയമില്ല. യുയുത്സുവിനെ രാജ്യം ലോക്ക് ചെയ്യണോ വേണ്ടോ? ആദ്യം അത് പറയൂ. ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടൈമർ പോയി. ലോക്ക് എ പരീക്ഷിത്. ഇനി പറയൂ. യുയുത്സുവിനെ രാജ്യം നോക്കാൻ ഏൽപ്പിച്ചു, എന്നാൽ രാജാവ് അഭിഷേകം ചെയ്യുന്നത് പരീക്ഷത്തിനെയാണ്. ഓക്കെ, ആൻസർ ശരിയോ തെറ്റോ? എ പരീക്ഷിത്. ശരിയായ ആൻസർ പരീക്ഷിത്. ശരിയായ ഉത്തരം. ഈ പരീക്ഷത്ത് എന്ന് പേര് വരാൻ കാരണം എന്താ? അശ്വത്ഥാമാവ് ബ്രഹ്മശിരോസ്ത്രം വിട്ട് ബ്രഹ്മശിരോസ്ത്രം വിട്ട് പരീക്ഷിക്കുന്ന ജീവൻ സ്തംഭിപ്പിക്കുകയും ശ്രീകൃഷ്ണൻ വന്ന് അതിനെ ജീവിപ്പിക്കുകയും ചെയ്ത ഒരു പരീക്ഷണത്തിലൂടെ ജനിച്ചത് കൊണ്ടാണ് പരീക്ഷത്ത് എന്ന പേര് വന്നത്. വളരെ ശരിയാണ്. പരീക്ഷത്തിന്റെ മകനാരാണ്? ജനമേജയൻ. ജനമേജയൻ. പരീക്ഷത്തിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയോ? ദക്ഷകന്റെ ദംശനം കൊണ്ട്. അപ്പൊ 2 ചോദ്യത്തിനും ഉത്തരം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 20 മാർക്ക് കിട്ടിയിരിക്കുന്നു. മോനിങ്ങനെ എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കുന്നു? എനിക്ക് ടെൻഷനില്ല. ഏതായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. അഗ്നിദേവൻ സമ്മാനിച്ച അർജുനന്റെ പ്രസിദ്ധമായ ഗാണ്ഡീവം എന്ന വില്ല് അഗ്നി ആരിൽ നിന്ന് കടം വാങ്ങിയതാണ്? എ ഇന്ദ്രൻ, ബി പരശുരാമൻ, സി വരുണൻ, ഡി പരമശിവൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി വരുണൻ. വരുണനോ? ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. സി വരുണൻ. ലോക്ക് ചെയ്യൂ. വരുണനോ? ഗാണ്ഡീവ ദഹന സമയത്ത്. അല്ല, വരുണൻ എന്ന് പറയുന്നത് മഴയല്ലേ? അല്ല, മഴ ഇന്ദ്രനാണ്. മഴ ഇന്ദ്രനാണ്. അപ്പൊ വരുണനോ? വരുണൻ സമുദ്രം. അപ്പൊ വെള്ളത്തിൽ നിന്നാണോ? ഇവര് മഹാപ്രസ്ഥാനത്തിന് പോകുമ്പം അഗ്നിദേവൻ മലയായിട്ട് വന്നിട്ട് പറയും, ഞാൻ വരുണനിൽ നിന്ന് കടം വാങ്ങിയതാണ്, അതുകൊണ്ട് ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത അവനാഴിയും ഈ ജലത്തിൽ ഇട്ടിട്ട് പോവാൻ പറയും. വരുണൻ പറയും. വരുണനല്ല, അഗ്നിദേവൻ പറയും. അഗ്നിദേവൻ പറയും വരുണന്റെ അടുത്ത് ഞാൻ കടം മേടിച്ചാണെന്ന്. ഉത്തരം നോക്കാം, ശരിയാണോ തെറ്റാണോ എന്ന്. സി വരുണൻ. ശരിയോ തെറ്റോ? വളരെ കറക്റ്റ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിനും 30 മാർക്ക് കിട്ടിയിരിക്കുന്നു. നിരുപമയ്ക്ക് സംസ്കൃതം ജനകീയമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതായിട്ട് കേട്ടു. ശരിയാണോ? അതെ. സംസ്കൃതത്തിൽ ബിരുദം ഒക്കെ എടുത്ത് PhD ഒക്കെ ചെയ്ത് ഗ്രാമറിൽ, വ്യാകരണത്തിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. വിശ്വനാഥ് സാറേ അപ്പോൾ അദ്ദേഹം പണ്ഡിതനാണ്, സംസ്കൃത പണ്ഡിതനാണ്, അറിയാമല്ലോ. അതെന്ത് ഈ ജനകീയമാക്കണം എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സംസ്കൃതത്തിൽ എഴുതപ്പെട്ട അറിവുകളുണ്ട്, ഒരുപാട് നല്ല അറിവുകളുണ്ട്. അത് പലപ്പോഴും സംസ്കൃതം അറിയാത്തത് കൊണ്ട് പലർക്കും മനസ്സിലാവുകയില്ല. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്നായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അത്രയും നല്ല അറിവുകളുള്ള ഒരു ഭാഷയെ ജനകീയമാക്കുന്നതുകൊണ്ട് നമുക്ക് നന്മയല്ലേ ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ ജനകീയമാക്കും?
അതിൻ്റെ പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ആ പിന്നെ പലർക്കും ഒരു ഇതുണ്ട്, മതത്തിനോട് അനുബന്ധിച്ചാണ് ആ ഭാഷ പിണഞ്ഞു കിടക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതിനെ ഒരു ഭാഷയായിട്ട് എടുത്താൽ അതിലെ നല്ല ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെരി ഗുഡ്. ഏതായാലും നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം. മഹാപ്രസ്ഥാന വേളയിൽ സഹദേവൻ വീഴുവാൻ ഇടയായ കാരണം എന്തെന്നാണ് ധർമ്മപുത്രൻ വിലയിരുത്തുന്നത്? എ, താൻ സുന്ദരൻ എന്ന അഹങ്കാരം. ബി, തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന അഹങ്കാരം. സി, തന്നേക്കാൾ ആയുധവീരനായി ആരുമില്ലെന്ന അഹങ്കാരം. ഡി, അസത്യം പറഞ്ഞത് കാരണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന് അഹങ്കാരം. ഓപ്ഷൻ ബി അതാണ്. അതെ. ബി ടൈം ലോക്ക് ചെയ്യട്ടെ? ബി ലോക്ക് ചെയ്യൂ. ബി, തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന അഹങ്കാരം. അതാണ് സഹദേവൻ വീഴാൻ കാരണം. സഹദേവനാണ് ഏറ്റവും ഒടുവിലത്തെ. അപ്പൊ ആദ്യം വീഴുന്നത് സഹദേവനാണോ? അതെ. ആദ്യം അല്ല, വീഴുന്നത് സഹദേവനാണോ? പാഞ്ചാലിയാണ്. Correct. പാഞ്ചാലിയാണ് ആദ്യം വീഴുന്നത്. അപ്പൊ സഹദേവൻ വീഴുന്നതിന്റെ കാര്യം പറഞ്ഞത് യുധിഷ്ഠിരൻ ഇതാണ്. ഓക്കെ, നമുക്ക് ശരിയാണോ തെറ്റാണോ നോക്കാം. ബി, തന്നേക്കാൾ പ്രാജ്ഞനായി ആരുമില്ലെന്ന അഹങ്കാരം. ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം. ഈ സുന്ദരൻ എന്നുള്ള അഹങ്കാരം ആർക്കായിരുന്നു? നകുലൻ. നകുലനായിരുന്നു അല്ലേ? ഏതായാലും വളരെ. മോന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ശാസ്ത്രജ്ഞൻ അഥവാ നാവികനാവണം. അല്ല, അത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഗതാഗത ഭയങ്കര വ്യത്യാസമുണ്ട്. ശാസ്ത്രം വഴി ഏത് ശാസ്ത്രം? എന്ത് ശാസ്ത്രം? ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. റോക്കറ്ററി. റോക്കറ്ററി. അപ്പൊ ഇപ്പൊ ഈ ചന്ദ്രായനം വന്നതോടുകൂടിയാണോ എല്ലാവർക്കും അതിനോടൊരു താല്പര്യം? അല്ല, എനിക്ക് പണ്ടേ തൊട്ടേ ഉണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട് റോക്കറ്ററി പഠിക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം? ഞാൻ വായിച്ചതാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ സ്പേസ് വാർ നടന്നെന്ന്. അക്കാലത്തൊക്കെ ഇന്ത്യ റോക്കറ്ററിയിൽ വളരെ പിന്നോട്ടായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യണമെന്ന്. നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം. നായയുടെ രൂപത്തിൽ മഹാപ്രസ്ഥാനത്തിൽ ധർമ്മപുത്രനെ അനുഗമിച്ചതാരാണ്? എ, പരമശിവൻ. ബി, ഇന്ദ്രൻ. സി, ധർമ്മദേവൻ. ഡി, പാണ്ഡു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, ധർമ്മദേവൻ. ഓപ്ഷൻ സി, ധർമ്മദേവൻ. ഉറപ്പാണോ? ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ? പ്ലീസ് ലോക്ക് സി, ധർമ്മദേവൻ. ധർമ്മദേവൻ ആരാ? യമൻ. യമൻ. യമൻ ആരാ? ധർമ്മപുത്രരുടെ പിതാവ്. പിതാവ് തന്നെയാ? അപ്പൊ പിതാവ് തന്നെയാ നായായിട്ട് വരുന്നത്? അതെ. പരീക്ഷിക്കാനായിട്ട് വരുന്നത്. അല്ല, പരമശിവനല്ലേ? അല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. ചോദിക്കട്ടെ, തെറ്റായാലോ? തെറ്റായ ഉത്തരാണെങ്കിൽ എന്ത് ചെയ്യും? തെറ്റല്ല. എന്ത് ചെയ്യും തെറ്റായ ഉത്തരാണെങ്കിൽ? ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയും. അതെ. അപ്പൊ നമുക്ക് നോക്കാം. സി, ധർമ്മദേവൻ. ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം ധർമ്മദേവൻ. ഏതായാലും 5 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 50 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര ചോദ്യമുണ്ട്? 2 ചോദ്യം. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. ധർമ്മദേവൻ മറ്റേത് രൂപത്തിലാണ് മുൻപ് ദ്വൈതവനത്തിൽ വെച്ച് യുധിഷ്ഠിരനെ പരീക്ഷിച്ചത്? എ, നായയുടെ. ബി, യക്ഷന്റെ. സി, അശ്വത്തിന്റെ. ഡി, നാഗത്തിന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി, യക്ഷന്റെ. ഓപ്ഷൻ ബി, യക്ഷന്റെ. ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ ബി, യക്ഷൻ ലോക്ക് ചെയ്യൂ. യക്ഷൻ നായയായിട്ടല്ലേ ഇപ്പൊ വന്നത്? അപ്പൊ അപ്പോഴും നായയായിട്ടല്ലേ വന്നേ? അല്ല, അശ്വത്തിന്റെ അല്ലേ? അല്ല. നാഗത്തിന്റെ ഞാൻ ചോദിക്കുന്നില്ല. അശ്വത്തിന്റെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവർ ദാഹിച്ച് വെള്ളം കുടിക്കാൻ ഇരിക്കുമ്പോൾ
അവരെ തടഞ്ഞുകൊണ്ട് എക്സാം ചോദ്യങ്ങൾ ചോദിക്കാൻ നേരത്ത് കുടിച്ചിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുടിച്ചിട്ട് ബോധം കെട്ടി വീഴും. അത് കഴിഞ്ഞ് ധർമ്മപുത്ര വരുമ്പോൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കും. വെരി ഗുഡ്. ചോദിച്ചു നോക്കാം. ബി യക്ഷൻ ശരിയോ തെറ്റോ? യക്ഷൻ. ആ ചോദ്യോത്തരം, യക്ഷൻ്റെ ചോദ്യോത്തരം വളരെ പ്രസക്തമാണ്. അത് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. വളരെ ഡീപ്പായിട്ടുള്ള അല്ല ഫിലോസഫി, അത് ഭയങ്കര ഡീപ്പാണ് കേട്ടോ. നമുക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ മോട്ടോ കീപ് സ്മൈലിംഗ് എന്നല്ലേ? രണ്ടേരെ മൊത്തം ചിരി കാണുന്നില്ലല്ലോ. എന്താ അതെന്താ ടെൻഷൻ അടിച്ചിട്ടാ? പിന്നെ എന്താണ് മോട്ടോന്റെ അർത്ഥം? പരമാവധി പേർക്ക് പരമാവധി കാലയളവിലേക്ക് പരമാവധി സന്തോഷം നൽകുക എന്നതാണ്. അതാണ് കീപ് സ്മൈലിംഗ്. ഏതായാലും നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം. ധർമ്മപുത്രർക്ക് അല്പനിമിഷത്തേക്ക് നരകദർശനം ഉണ്ടായതിന് കാരണമെന്ത്? എ യുദ്ധസമയത്ത് കളവ് പറഞ്ഞതിനായി, ബി യുദ്ധത്തിൽ ബന്ധുഹത്യ ചെയ്തതിനാൽ, സി ബ്രഹ്മഹത്യ പാപത്താൽ, ഡി യുദ്ധത്തിൽ അധർമ്മം പ്രവർത്തിച്ചതിനാൽ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ യുദ്ധസമയത്ത് കളവ് പറഞ്ഞതിനാൽ. തർക്കമില്ലല്ലോ? ലോക്ക് ചെയ്യട്ടെ? എ യുദ്ധസമയത്ത് കളവ് പറഞ്ഞതിനാൽ. ലോക്ക് ചെയ്തേക്ക്. എന്താ കളവ് പറഞ്ഞു? അശ്വത്ഥാമ ഹതകുഞ്ചര. അശ്വത്ഥാമ അയാള് സത്യം നോണയൊന്നും പറഞ്ഞില്ല, കളവൊന്നല്ലോ പറഞ്ഞു. അശ്വത്ഥാമ ഹതഹ എന്ന് ശബ്ദത്തിൽ പറയുകയും കുഞ്ചര എന്ന്. അപ്പൊ നമ്മൾ പറയുമ്പോ സമയത്ത് പലപ്പോഴത്തെ മോഹനെ വളരെ കുറച്ചില്ല, പലതും പറഞ്ഞു. പക്ഷെ മറ്റുള്ളവര് കേട്ടത് അതല്ലല്ലോ, അപ്പൊ അവര് വിശ്വസിച്ചത് വേറെയല്ലേ. അത് യുദ്ധേശ്വരന്റെ കുറ്റമല്ലല്ലോ, അത് യുദ്ധേശ്വരന്റെ കുറ്റമല്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തത് എൻ്റെ കുറ്റമാണോ? അത് നിങ്ങളുടെ കുറ്റമാണോ? നിങ്ങളുടെ കുഴപ്പമാണ്, ഞാൻ എൻ്റെ കുഴപ്പമില്ല അല്ലേ? ഏതായാലും ഉത്തരം ശരിയാണോ തെറ്റാണോ? എ യുദ്ധത്തിൽ കളവ് പറഞ്ഞതിനാൽ എന്നുള്ള ഉത്തരം ശരിയോ തെറ്റോ? ശരിയായ ഉത്തരം യുദ്ധത്തിൽ കളവ് പറഞ്ഞതിനാൽ. നിങ്ങൾ പറഞ്ഞ കാരണവും ശരിയാണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയേണ്ടത്. ഇല്ലെങ്കിൽ കേൾക്കാതെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ഏതായാലും 7 ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായ ഉത്തരം പറഞ്ഞു. 70-ൽ 70. നല്ല ഉഗ്രനായിരുന്നു, നന്നായിരുന്നു. മോളുടെ സംസ്കൃത സ്വപ്നം അത് ശരിക്കും സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ആ ചിന്ത തന്നെ വളരെ വളരെ നല്ലതാണ്. ഇന്ന് നമ്മളുടെ നാട്ടിലെ പല തെറ്റായിട്ടുള്ള പല അനുഷ്ഠാനങ്ങൾക്കും ഇതെല്ലാത്തിനും കാരണം ഇത് തെറ്റായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ്.